ഈ ഒരൊറ്റ ക്ലാസ് കണ്ടാൽ മതി. അടുത്ത പരീക്ഷയ്ക്ക് നവോത്ഥാനത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് ഉത്തരം സാധിക്കും. ഈ ചോദ്യങ്ങളും ഈ ഉത്തരങ്ങളും മാത്രം പഠിച്ചാൽ മതിയാകും. ചോദ്യത്തിലേക്ക് വരാം. അയ്യാവഴി എന്നറിയപ്പെടുന്നത് വിശ്വാസ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകൻ. അയ്യാവഴി എന്ന വിശ്വാസ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകൻ. ഉത്തരം വൈകുണ്ഠസ്വാമികൾ. അയ്യാവഴി എന്ന വിശ്വാസ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികൾ. അഭിനവ കേരളം എന്ന മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അഭിനവ കേരളം എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് വാഗ്ഭടാനന്ദനാണ്. അഭിനവ കേരളം എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് വാഗ്ഭടാനന്ദൻ. 1818 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി. ഓപ്ഷൻ എ ഡൗസൺ. 1818 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത് ഡൗസൺ ആണ്. കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശീയ അച്ചടിശാല എന്ന് പറയുന്ന ഉത്തരം സെന്റ് ജോസഫ് പ്രസ്. കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശീയ അച്ചടിശാല സെന്റ് ജോസഫ് പ്രസ്. കേരളത്തിലെ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യത്തെ കലാപം. ഉത്തരം ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യത്തെ കലാപം എന്നറിയപ്പെടുന്നത് ആറ്റിങ്ങൽ കലാപം. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ. ഇതൊക്കെ ആവർത്തിച്ചു, നേരത്തെയും ചോദിച്ചു. 4 ചോദ്യക്കടലാസിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും പറയും. പൊയ്കയിൽ കുമാര ഗുരുദേവൻ ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ എന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്തരം അയ്യങ്കാളി. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദ ബഹുമതി നാമം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. വയലേരി കുഞ്ഞിക്കണ്ണൻ വാഗ്ഭടാനന്ദന്റെ ശരിക്കുള്ള പേരാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നാമം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന ആപ്തവാക്യം നാരായണ ഗുരുവിനുമായി ബന്ധപ്പെട്ടതാണ്, ശരിയാണ്. മതപരിവർത്തന രസവാദം നാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതല്ല. കാവ് പാട്ടെന്ന ചടങ്ങ് പരിഷ്കരിച്ചു നാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതാണ്. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി നാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 1, 3, 4 എന്നതാണ് ശരിയായിട്ടുള്ളത്. 1, 3, 4 ശരി. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. കേരളത്തിൽ ആദ്യത്തെ മിശ്രഭോജന സംരംഭമായി ആരംഭിച്ച സാമൂഹ്യ സംഘടന ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം സഹോദര പ്രസ്ഥാനം എന്നുള്ളതാണ്. കേരളത്തിൽ ആദ്യത്തെ മിശ്രഭോജന സംരംഭമായി ആരംഭിച്ച സാമൂഹ്യ സംഘടനയാണ് സഹോദര പ്രസ്ഥാനം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് നടത്തിയ കാൽനട സമര പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ് ആരെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് നടത്തിയ കാൽനട സമര പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് AK ഗോപാലൻ. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നുള്ളതാണ് ചോദ്യം. നേരത്തെ നമ്മൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ചോദിക്കാനാണ് പറയുന്നത്. 1 വാഗൺ ട്രാജഡി ശരിയായ പ്രസ്താവനയാണ്. 2 ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് എന്നുള്ളതാണ് രണ്ടാമത്തത്, ശരിയാണ്. കലാപത്തെ അടിച്ചമർത്താൻ മലബാർ സ്പെഷ്യൽ പോലീസ് രൂപീകരിച്ചു, ശരിയാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന കലാപം ശരിയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാം ശരിയെന്നുള്ളതാണ് ഇതിന്റെ ഉത്തരമായി വരുന്നത്. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന വാല സമുദായ പരിഷ്കാരിണി സഭ. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന വാല സമുദായ പരിഷ്കാരിണി സഭ. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണെന്ന് നിങ്ങൾക്കറിയാം. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണെന്നറിയാം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണെന്നും നമുക്ക് അറിയാം. അയ്യങ്കാളി. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ബാലസമുദായ പരിഷ്കരണ സഭ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികൾ. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ സോദരന്മാർ, ഇക്കാലത്ത് 20-ാം നൂറ്റാണ്ടിലും ഇതു നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ എന്ന വരികൾ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെതാണ്? ശരി ഉത്തരം കുമാരനാശാൻ. കുമാരനാശാന്റെ വരികളാണ് നമ്മളിപ്പോൾ വായിച്ചത്.
ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ അരയ സമാജ സ്ഥാപകൻ ആര് എന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി, തെറ്റായ പ്രസ്താവനയാണ്. കല്ലുമാല സമരം സംഘടിപ്പിച്ചു, ശരിയാണ്. അയ്യങ്കാളിയാണ് കല്ലുമാല സമരം സംഘടിപ്പിച്ചത്. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചു, അതും ശരിയാണ്. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത്. അപ്പോൾ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ശരിയായത്. സാമൂഹ്യ പരിഷ്കർത്താവായ വി ടി ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. വി ടി ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന: അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന പേരിൽ നാടകം പ്രസിദ്ധീകരിച്ചു. വി ടി ഭട്ടതിരിപ്പാട് ഈ നാടകം പുറത്തിറക്കുന്ന 1929 അപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന പേരിൽ നാടകം പ്രസിദ്ധീകരിച്ചു, ശരിയാണ്. സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും ചേർത്തു, അതും ശരിയാണ്. 1846 കോട്ടയത്ത് മാന്നാനത്ത് ഒരു സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു, തെറ്റാണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരമായി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. പാലിയ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1947 മുതൽ 48 മാർച്ച് വരെ നടന്ന പാലിയ സത്യാഗ്രഹം അയിത്തോച്ചാടനത്തിനെതിരെ നടന്ന ഒരു പ്രക്ഷോഭമായിരുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ആദ്യത്തേത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. 2, കൊച്ചിയിലെ മുൻ മന്ത്രി മുഖ്യനായിരുന്ന പാലിയത്തച്ഛൻ്റെ ചേന്നമംഗലത്തുള്ള വീടിന് മുന്നിലുള്ള റോഡിൽ കൂടി നടക്കാനുള്ള അവർണരുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു, അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സത്യാഗ്രഹികളിൽ ഒരാളായ എ ജി വേലായുധൻ്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു, അത് തെറ്റാണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം ശരിയാണ്. പ്രാചീന മലയാളം എന്ന ഗ്രന്ഥം എഴുതിയതാര്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. വീണ്ടും ചോദ്യം ഇങ്ങനെ കടന്നു വരികയാണ്. പ്രാചീന മലയാളം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അതായത് ശ്രീധർമ്മ സമത്വ സമാജം സ്ഥാപിച്ചു എന്നുള്ള തെറ്റായ പ്രസ്താവനയാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വചനമായിരുന്നു, ശരിയാണ്. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, നവമഞ്ജരി, ശിവശതകം മുതലായ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ്, അതും ശരിയാണ്. 2ഉം 3ഉം ശരിയാണെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. സി കേശവൻ, ടി എം വർഗീസ്, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ് എന്നിവരുടെ നേതൃത്വത്തിൽ അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു, ശരി. ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വത്തടിസ്ഥാനത്തിന് പകരം ജനസംഖ്യ അടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്, ശരി. ഉത്തരവാദ ഭരണം നേടുന്നതിനായി പട്ടം എ താണുപിള്ള ആദ്യ പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു, ശരി. അങ്ങനെയാണെങ്കിൽ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. കണ്ണൂരിൽ നിന്നും മദ്രാസ് വരെ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണെന്ന് കണ്ടെത്തുക. ഉത്തരം എ കെ ഗോപാലൻ, എ കെ ജി ആണ് കണ്ണൂരിൽ നിന്നും മദ്രാസ് വരെ പട്ടിണി ജാഥ നയിച്ചത് 1936. 1936 തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ച ദിവാൻ ആരെന്ന് കണ്ടെത്തുക. 1936 തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസി ഏൽപ്പിക്കാൻ തീരുമാനിച്ച ദിവാൻ ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. നമ്മളെ തെറ്റിക്കാനായിട്ടൊരു ഷൺമുഖം പോറ്റിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. 1, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയത്തങ്ങൾ, അലി മുസലിയർ എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനും ഭൂപ്രഭുത്വത്തിനും എതിരായി മലബാറിൽ കലാപം നടന്നു, ശരിയാണ്. 90 മാപ്പിള കലാപകാരികളിൽ 61 പേർ തൃശ്ശൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോയ അടച്ചു പൂട്ടിയ ഗുഡ്സ് വാഗണിൽ യാത്രാമധ്യേ ശ്വാസം മുട്ടി മരണപ്പെട്ടു, ശരിയാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ദാരുണ സംഭവമാണ് വാഗൺ ട്രാജഡി. അങ്ങനെയാണെങ്കിൽ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് 10th പ്രിലിംസിൻ്റെ 4 സ്റ്റേജുകളിൽ കേരള നവോത്ഥാനം എന്ന് പറയുന്ന ഭാഗത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മുഴുവൻ ചോദ്യങ്ങളും പഠിക്കുന്ന പക്ഷം, അല്ലെങ്കിൽ ഈ ചോദ്യവുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്ന പക്ഷം, അടുത്ത പരീക്ഷയിൽ
കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ശരിയാക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കിയത്. ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ചുവടെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.